കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ മാസത്തിലുണ്ടായതാകുന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂച്ചക്കാട് സ്വദേശിയാകുന്ന ഒരു സഹോദരന്റെ കൊലപാതകത്തിന്റെ കേസ് ഉൾത്തിരിഞ്ഞു വന്നത് അവസാനം എത്തി നിന്നത് എവിടെയാ? 596 സ്വർണം പവൻ. അത് എങ്ങനെയെങ്കിലും കൂട്ടാനുള്ള പരിശ്രമത്തിൽ ഒരു ജിന്നുമ്മയുടെ സഹായം തേടിയതാകുന്ന ഒരു വ്യക്തി അവസാനം ആ ജിന്നുമ്മയും അവരുടെ ഭർത്താവും വന്നുകൊണ്ട് ആ പാവപ്പെട്ടതാകുന്ന സഹോദരന്റെ തലയ്ക്ക് പിടിച്ച് ഭിത്തിയിലേക്ക് ആഞ്ഞിടിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ആത്മീയ ചൂഷണം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വിവരദോഷികളാകുന്ന ആളുകളെ വിവരമുള്ളവരായി സമുദായം കാണുന്ന കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞു തന്നതാണ്. പോകരുത് ഇത്തരക്കാരായ ജിന്നുമ്മയുടെ സവിധത്തിലേക്ക്, ജിന്നുപ്പയുടെ സവിധത്തിലേക്ക്, അറിവില്ലാത്തവരുടെ അടുക്കലേക്ക് പോയി വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ഉൾത്തിരിയാൻ വേണ്ടി പരിശ്രമിക്കരുത്. വിവരദോഷികളെ നിങ്ങൾ തലയിലേറ്റി നടക്കരുത്. 1400 വർഷം മുമ്പ് നബി തങ്ങൾ വിലക്കിയതാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, അവസാന കാലഘട്ടം എത്തുമ്പോ യുർഫഉൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടും, വയൽഹറുൽ ജഹ്ലു, വിവരക്കേട് അധികരിക്കും. അവസാന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണത്. പിന്നെ അലാമത്തി യൗമുൽ ഖിയാമ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എങ്ങനെയാണ് ഇൽമിനെ ഉയർത്തുക? അതും നബി തങ്ങൾ ഹദീസിലൂടെ തന്നെ വിശദീകരിച്ചു. ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇംതിസാഅൻ യംതസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിനെ ഈ ലോകത്ത് നിന്ന് അവസാന കാലഘട്ടത്തിൽ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ആ അറിവിനെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂട്ടിയ അറിവുകളെ പരിപൂർണമായി ഉയർത്തിക്കൊണ്ട് പോകുക എന്നല്ല. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, വിജ്ഞാനത്തിന്റെ സാഗരങ്ങളിൽ മുങ്ങിക്കുളിച്ചതാകുന്ന അറിവിന്റെ ആഴം തീണ്ടിയതായ മഹത്തുക്കളെ മരിപ്പിക്കലാണ്. കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, മഹാനായ ശംസുൽ ഉലമായ നവ്വറല്ലാഹു മർഖദ, ഈ മഹാന്മാരെ പോലെ ഇനി നമുക്കൊരു ആലിമുണ്ടാകുമോ? ഇല്ല 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 ഇല്ല. അവർക്ക് അല്ലാഹു നൽകിയതാകുന്ന അറിവിന്റെ ആഴം, വിവിധ ഫന്നുകളിലുള്ള അവഗാഹം ലോകത്ത് പിന്നീട് മറ്റാർക്കും അത്രയേറെ നൽകുകയില്ല. ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇംതിസാഅൻ യംതസിഉഹു മിനൽ ഇബാദ്. അവസാന കാലഘട്ടം വരുമ്പോ ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യ, നീ പഠിച്ചു വച്ചിരിക്കുന്ന ഇൽമുകളെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കുക എന്നുള്ളതല്ല. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. ആലിമീങ്ങളെ മരിപ്പിക്കലിലൂടെയാണ്, സമുന്നതരാകുന്ന അയിമ്മത്തുകളെ മരിപ്പിക്കലിലൂടെ അല്ലാഹു ഇൽമിനെ ഉയർത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആലിം മരിക്കുന്നു, ആ ആലിമ മരിക്കലോടുകൂടി അദ്ദേഹത്തിന് നൽകപ്പെട്ടതാകുന്ന അറിവിന്റെ ആഴം ഇനി മറ്റാർക്കും ഉണ്ടാവൂല. അത് അതോടുകൂടി ഉയർത്തുകയാണ്. അതാണ് ഇൽമിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ശരിക്കും മനസ്സിലാക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് വിശദീകരിച്ചു തരുന്നു. ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാല. അറിവില്ലാത്ത വിവരദോഷികളായ, ഒരു ഫാത്തിഹ പോലും നേരെ ചൊവ്വ ഓതാൻ അറിയാത്തതാകുന്ന ആളുകളെ ജനങ്ങൾ തലയിലേറ്റി നടക്കുമത്രേ. അവസാന കാലഘട്ടം വരുമ്പോ ആളുകൾ ജിന്നുമ്മയെ തേടുകയാണ്, ആളുകൾ ജിന്നുപ്പയെ തേടുകയാണ്. സമുന്നതരാകുന്ന ആലിമീങ്ങളോട് വിലയില്ല, സാദാത്യങ്ങളോട് വിലയില്ല, വിവരദോഷികളെ തലയിലേറ്റിക്കൊണ്ട് നടക്കുകയാ. ഫസുഇലോ, ആ വിവരദോഷികളാകുന്ന ചിന്നമ്മമാരോടും ചിന്നപ്പമാരോടും ആളുകൾ മസലകൾ ചോദിക്കുകയാണ്, വീടിന്റെ വിഷയങ്ങൾ അവരോട് സംവദിക്കുകയാണ്. സിഹർ ബാധിച്ചതായിട്ട് അവർ പറയുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വിവരക്കേട് അവർ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അറിവില്ലാത്തവരല്ലേ, ഖുർആൻ പഠിക്കാത്തവരല്ലേ, വിക്രം സ്വലാത്തിന്റെ മഹത്വം അറിയാത്തവരല്ലേ. കേവലം ആലിമിന്റെ വേഷഭൂഷാദികൾ ധരിച്ചതുകൊണ്ട് കാര്യമെന്താ
കാര്യമെന്താണ്? വസ്ത്രം മാത്രം അണിഞ്ഞതുകൊണ്ട് കാര്യമെന്താണ്? മൂടുപണം അണിഞ്ഞുകൊണ്ട് രാത്രിയിൽ മുഴുവനും പച്ചലയിത്തിട്ടിട്ട് ശരീരവാസകലം പച്ച ധരിച്ചിട്ട് കൈവരകൾ മുഴുവനും 50 മോതിരം ഇട്ടുകൊണ്ട് യാഹൂ കാണിച്ചുകൊണ്ട് ജനങ്ങളെ പിഴപ്പിക്കുന്ന എത്രയോ ചിന്നപ്പമാര് ഈ കൊച്ചു കേരളത്തിലുണ്ട്. എത്രയോ വ്യാജ തരീഖത്തുകളുണ്ട്. എത്രയോ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ പിഴപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫഅഫ്തൂ ബിഗൈരി ഇൽമിൻ, വിവരക്കേട് കൊണ്ടവർ ജനങ്ങൾക്ക് ഫത്വ നൽകുകയാണ്, ജനങ്ങൾക്ക് അവർ മറുപടി കൊടുക്കുകയാണ്. ഫളല്ലൂ വഅളല്ലൂ, അവർ ജനങ്ങളെ പിഴപ്പിക്കുകയാണ്, അവരും അതിലൂടെ പിഴയ്ക്കുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി